ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോസിന് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോയ്ക്ക് എങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരാതെ അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ കോപ്പിറൈറ്റിന്റെ കണ്ടന്റ് ഇൻഫർമേഷൻ നമുക്ക് കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, എങ്ങനെ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. എല്ലാവരും യൂട്യൂബിനകത്ത് വീഡിയോ ഉണ്ടാക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് മ്യൂസിക്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളെല്ലാം കോപ്പി ചെയ്യുക, മറ്റുള്ള സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിൽ നിന്നോ കാര്യങ്ങളൊക്കെ കോപ്പി അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ ലൈബ്രറീസിൽ നിന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ മൂന്ന് മെയിനായിട്ട് നമുക്ക് ഈ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു മൂന്ന് ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മൂന്ന് കാറ്റഗറി ആയിട്ട് ഫുൾ പ്രാക്ടിക്കലി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതുമായിട്ട് നമ്മൾ കോപ്പറേറ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് യൂട്യൂബിനകത്ത് യൂട്യൂബിന്റെ ലൈബ്രറീസ് എന്നുള്ള ഓഡിയോ ലൈബ്രറീസ് എന്നുള്ള സംഭവമുണ്ട്. ഈ studio.youtube.com ലോഗിൻ ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓഡിയോ ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ ലൈബ്രറി ക്ലിക്ക് ചെയ്യാം. ഓഡിയോ ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബിനകത്ത് തന്നെയുള്ള കുറെ ഓഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ രണ്ട് കാറ്റഗറിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാറ്റഗറി കാണാൻ പറ്റും. ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർ, ആട്രിബ്യൂഷൻ റിക്വയർ. ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ആട്രിബ്യൂഷൻ റിക്വയർ നോട്ട് റിക്വയർ, ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഈ വീഡിയോസ് ഇവിടെയുള്ള ഓഡിയോസ് വരുന്നത്. അതിനകത്ത് ആദ്യത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർ. അതായത് ഈ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർ എന്നുള്ള കാറ്റഗറിയിലുള്ള ഓഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാ ഇതിനകത്തും കോപ്പിറൈറ്റ് ക്ലെയിം വരാതെ കൊടുക്കാം, പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു കോപ്പിറൈറ്റ് ക്ലെയിമോ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നതാണ് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആട്രിബ്യൂട്ട് റിക്വയർ എന്നുള്ള കാറ്റഗറി. ഈ ആട്രിബ്യൂട്ട് റിക്വയർ എന്നുള്ള കാറ്റഗറിയിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ലൈസൻസ് ടൈപ്പ്. ഈ ലൈസൻസ് ടൈപ്പ് നോക്കി കാണാൻ പറ്റും. അവിടെ ഒരു ക്രിയേറ്റർ കോമൺസ് CC എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ സർക്കിൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഡീറ്റെയിൽസ്, അതായത് ഇത് കോപ്പിറൈറ്റ് ക്രെഡിറ്റ്, കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ, കോപ്പിറൈറ്റ് ക്രെഡിറ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് വീഡിയോ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലൊരു പേജായിരിക്കും കിട്ടുക. അതിനകത്ത് ഈ ഒരു സംഭവം, ഈ ഇത്രയും ഭാഗം ആണ് നമുക്ക് ഈ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ. ഇതാണ് കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ വരുന്നത്. ഈ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ അത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനകത്ത് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ തന്നെ കോപ്പി ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കോപ്പി ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ക്ലിപ്പ് ബോർഡിനകത്ത് കോപ്പി ആയിട്ടുണ്ട്. ഇത് നേരെ നമ്മുടെ വീഡിയോ നമ്മൾ ഇപ്പോൾ ഈ പർട്ടിക്കുലർ സോങ് നമ്മുടെ ഏതെങ്കിലും വീഡിയോസിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് നമ്മുടെ ഏതെങ്കിലും വീഡിയോസിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ഈ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ നമ്മളിപ്പോൾ കോപ്പി ചെയ്തെടുത്ത കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിന്റെ ലൈബ്രറീസ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന മ്യൂസിക്സിനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനോ അല്ലെങ്കിൽ ഒന്നും കോപ്പിറൈറ്റ് ക്ലെയിം നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു യൂട്യൂബിൽ തന്നെയുള്ള ഒരു ചാനലാണ് നോ കോപ്പിറൈറ്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ നോ കോപ്പിറൈറ്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് നിങ്ങൾക്ക് ആവശ്യം പോലെ മ്യൂസിക്സും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇപ്പൊ ഞാനിപ്പോ ഒരു ഓഡിയോ ഞാനൊരു ഓഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഓഡിയോയുടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോ കോപ്പിറൈറ്റ് സൗണ്ടിന്റെ വന്നിരിക്കുന്ന എല്ലാ ഓഡിയോസിനകത്തും ഓക്കെ ഓഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലത് കോപ്പിറൈറ്റ് ഫ്രീ ഒന്നും ട്രാക്ക് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും. വെൻ യു ആർ യൂസിങ് ദിസ് ട്രാക്ക് വി സിംപ്ലി ആസ്ക് ദാറ്റ് യു പുട്ട് ദിസ് ഇൻ യുവർ ഡിസ്ക്രിപ്ഷൻ. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ കോപ്പിറൈറ്റ് സൗണ്ടിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക്കിന് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതല്ല. അതായത് നമ്മൾ ആ വീഡിയോന്റെ ക്രെഡിറ്റ് ഓൾറെഡി നമ്മൾ നോ കോപ്പിറൈറ്റ് സൗണ്ട് എന്നുള്ള ഒരു ചാനലിൽ പ്രൊവൈഡ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഉപയോഗിക്കുന്ന ഓഡിയോസിന് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടായിരിക്കുന്നില്ല. പിന്നെ ഇനി ഒരു കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന വേറൊരു സംഭവമാണ് നമുക്ക് ഈ പറഞ്ഞ ടി സീരീസിന്റെ അല്ലെങ്കിൽ ടിപ്സിന്റെ അല്ലെങ്കിൽ സരിഗമ ഇതുപോലുള്ള മ്യൂസിക്കൽ ചാനൽസിന്റെ വീഡിയോ ഓഡിയോസ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ചാനലിനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസിലാണ് അതായത് ഇങ്ങനെയുള്ള വലിയ വലിയ ചാനലുകൾക്കെല്ലാം കണ്ടന്റ് ID എന്ന് പറയുന്ന ഒരു ID ഉണ്ടാവും. ഈ കണ്ടന്റ് ID വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അവർ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം തരുന്നത്. ഈ കണ്ടന്റ് ID ഉള്ള ചാനലുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന എല്ലാ മ്യൂസിക്സിനും ഈസി ആയിട്ട് നമുക്ക് കോപ്പിറൈറ്റ് നമ്മുടെ കോപ്പിറൈറ്റ് മാച്ചിങ് ടൂൾ എന്ന് പറഞ്ഞ ഒരു ടൂൾ നമ്മുടെ യൂട്യൂബിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ പോയി കാണാം. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോപ്പറേറ്റ് മാച്ചിങ് ടൂൾ എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് കണ്ടന്റ് ഐ ഡി ഉള്ള ചാനൽസിന് അവരുടെ കണ്ടന്റ് വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഓക്കെ, അങ്ങനെ വരുന്ന കേസുകൾ ഇപ്പൊ നിങ്ങൾക്ക് നോക്കി സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിന്റെ ഏറ്റവും അടിയിലായിട്ട് മ്യൂസിക്കിന്റെ ഈ മ്യൂസിക്കിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഒരു ലൈസൻസിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രൊവൈഡ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് ഓഡിയോയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്താൽ നമ്മുടെ ഓഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരില്ല എന്നല്ല അർത്ഥം. ഓൾറെഡി ഈ പർട്ടിക്കുലർ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ട്. ആ ക്ലെയിം വന്നത് അവർ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഈ ലൈസൻസ് ഗോസ് ടു ടിപ്സ് മ്യൂസിക് എന്നുള്ള ഇതിന്. അപ്പൊ നമ്മൾ ഈ ഓൾറെഡി ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടില്ല എന്നുള്ളത് അല്ലാതെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ കേസിന് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. അതിന്റെ ക്ലെയിം അതിന്റെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിന്റെ റവന്യൂ കാര്യങ്ങളെല്ലാം ഈ ടിപ്സ് മ്യൂസിക് എന്ന് പറഞ്ഞ ചാനലിൽ അവർക്ക് അറിയുമ്പോൾ പോകുന്നത്. അതുപോലെ അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ക്ലെയിം തരുന്നത് അവർക്ക്. ഓക്കെ, ഈ താഴത്ത് വന്നിരിക്കുന്ന സംഭവം നിങ്ങൾ കോപ്പിറൈറ്റ് ക്ലെയിം ഇത് പ്രൊവൈഡ് ചെയ്താൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടില്ല എന്ന് യാതൊരു കാരണവശാലും വിചാരിക്കേണ്ട. കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും, ഇങ്ങനെയുള്ളതിന് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പോഴും നിങ്ങൾ കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നോ കോപ്പറേറ്റ് സൗണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ തന്നെ ലൈബ്രറീസിനുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഈ രണ്ട് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പറേറ്റ് ക്ലെയിം വരുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ കോപ്പറേറ്റ് ക്ലെയിം, നിങ്ങൾക്ക് കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ കോപ്പറേറ്റ് ഇൻഫർമേഷൻ ക്ലെയിം ഒന്നും വരാണ്ട് കോപ്പറേറ്റ് ഇൻഫർമേഷൻ എങ്ങനെ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനകത്ത് പ്രൊവൈഡ് ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു ഡീറ്റെയിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ആൻഡ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഡൗട്ടുകളെല്ലാം കമന്റ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, thank you and bye bye.